ഉപരാഷ്ട്രപതി രാജിവെച്ചതിന് പിന്നാലെ തന്നെ ഉയർന്നുകേട്ട പേര് മലയാളിയായ ശശി തരൂരിൻ്റെയാണ്. പക്ഷേ ശശി തരൂരല്ല അവസാന ഘട്ടത്തിൽ ഇപ്പോൾ പരിഗണിക്കുന്നത്. മലയാളികൾക്ക് പ്രിയങ്കരനായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ, മുൻപുള്ള ഗവർണറുടെ പേരാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നത്. ആരിഫ് മുഹമ്മദ് ഖാൻ ഉപരാഷ്ട്രപതിയായി വരുമോ? അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നേരത്തെ അദ്ദേഹം കേരള ഗവർണറായിരുന്ന സമയത്ത് തന്നെ ഈ 5 വർഷം പൂർത്തിയാകുന്ന മുറയ്ക്ക് അദ്ദേഹത്തെ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്ന് കേട്ടിരുന്നു. മാത്രമല്ല, ഈ ജഗദീപ് ധൻഖർ വരുന്നതിന് മുമ്പ് അദ്ദേഹം കേരളത്തിൽ ഗവർണറായിരിക്കുമ്പോൾ തന്നെ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് പരിഗണിച്ച പേരുകളിൽ ഒന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ്റെതായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ പാരമ്പര്യം നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. അദ്ദേഹം നിലപാടുള്ള ഒരു മനുഷ്യനാണ്. നമുക്കറിയാം, രാജീവ് ഗാന്ധിയുടെ മന്ത്രിസഭയിൽ നിന്ന് പുല്ലുപോലെയാണ് മന്ത്രിസ്ഥാനമടക്കം വലിച്ചെറിഞ്ഞ് അദ്ദേഹം രാജീവ് ഗാന്ധിയോട് കൊമ്പ് കോർത്ത് ഇറങ്ങി വന്നത്. അതിൻ്റെ കാരണം ഷാബാനു കേസിൽ സുപ്രീം കോടതിയിൽ നിന്ന് ഷാബാനുവിന് അനുകൂലമായും മുസ്ലിം മതപുരോഹിതർക്കെതിരായും ഒരു വിധിയുണ്ടായി. അത് ഉപേക്ഷിക്കപ്പെടുന്ന, മൊഴി ചൊല്ലപ്പെടുന്ന ഭാര്യയ്ക്ക് ഭർത്താവ് ജീവനാംശം കൊടുക്കണം. അത് ലോകത്തെ എല്ലായിടത്തും അത് സ്വീകാര്യമാണെങ്കിൽ പിന്നെ ജഗദീപ് ധൻഖറും അതോടൊപ്പം തന്നെ ആരിഫ് മുഹമ്മദ് ഖാനും ഒരേ ത്രാസിൽ തൂങ്ങുന്നവരാണ്. ഭരണഘടനയെ കുറിച്ച് കൃത്യമായിട്ട് അറിവുള്ളവരാണ്. കാരണം അദ്ദേഹത്തിന്റെ അറിവ് നാം ഇപ്പോഴുള്ള ധൻഖറിന്റെ അറിവ് നാം ബംഗാളിൽ മനസ്സിലാക്കി. മമതാ ബാനർജിയുമായി ബന്ധപ്പെട്ട് പലതവണയും, ഇപ്പോൾ അങ്ങനെ ഉണ്ടല്ലോ, ഇപ്പൊ സ്റ്റാലിനായാലും അതോടൊപ്പം തന്നെ പിണറായി വിജയനായാലും മമതാ ബാനർജി ആയാലും ഉയർത്തിക്കാട്ടുന്നത് ഭരണഘടനയാണ്. പക്ഷേ ഭരണഘടനയെ കുറിച്ച് കൃത്യമായ ധാരണയിൽ അവർക്കെതിരെ പോരാടാൻ കഴിഞ്ഞ ഒരാളായിരുന്നു നിലവിലെ ഈ ഭരണഘടന ഉപയോഗിച്ച് തന്നെ ഈ 3 പേരെയും നിലയ്ക്ക് നിർത്താൻ കഴിഞ്ഞ ഗവർണർമാരുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരാളാണ് ജഗദീപ് ധൻഖർ. അതുപോലെ തന്നെ ആരിഫ് മുഹമ്മദ് ഖാൻ. ആരിഫ് മുഹമ്മദ് ഖാൻ്റെ അടുത്ത് പണിയൊന്നും നടക്കില്ല. ഞാൻ പറഞ്ഞല്ലോ, ഷാബാനു കേസിൽ രാജീവ് ഗാന്ധി, കാരണം മുൻപ് നമുക്ക് ഗവർണർമാരുണ്ടായിരുന്നു, സദാശിവൻ അടക്കമുള്ള ഗവർണർ പദവി അലങ്കരിക്കാൻ കൊള്ളാം. പക്ഷെ ആരിഫ് മുഹമ്മദ് ഖാൻ അങ്ങനെ ആയിരുന്നില്ല. അദ്ദേഹം വളരെ കൃത്യമായിട്ട് നിലപാടെടുത്ത് പഠിപ്പിച്ചു എന്താണ് ഭരണഘടന. അല്ല, ജഗദീപ് ധൻഖറും ആരിഫ് മുഹമ്മദ് ഖാനും കൃത്യമായിട്ടും മമതയെയും പിണറായിയെയും ഹരഹര തുള്ളിച്ചു എന്ന് പറയുന്നതാണ് കുറെ കൂടെ ശരി. ഇവരുടെ പിത്തലാട്ടം ഒന്നും ഈ 2 പേരുടെ അടുക്കൽ നടന്നില്ല. അവരതൊന്നും വിട്ടുകൊടുത്തില്ല. കണ്ണൂർ VC നിയമനത്തിൽ കനത്ത തിരിച്ചടിയാണ് കിട്ടിയത്. കോടതി, അതും സുപ്രീം കോടതിയിൽ നിന്ന്. ആരിഫ് മുഹമ്മദ് ഖാൻ ആദ്യമേ പറഞ്ഞു, ഇത് വേണ്ട, ഇത് ശരിയാവില്ല, ഇതിനകത്ത് ഇന്ന പ്രശ്നങ്ങളുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞാണ്. അപ്പോൾ സർക്കാരിന് നിർബന്ധം, ശരി, ഗവർണറായിട്ട് ഇനി ഇവിടെ വഴക്കുണ്ടാക്കി എന്ന് വേണ്ട, ഗവർണർ സർക്കാരിനെതിരെ പോരിനിറങ്ങി എന്ന് വേണ്ട, അദ്ദേഹം മിണ്ടാതെ ഒതുങ്ങിക്കൊടുത്തു. പക്ഷേ വിഷയം സുപ്രീം കോടതിയിൽ പോയി. സർക്കാരിന് കനത്ത തിരിച്ചടിയാണ് കിട്ടിയത്. ഈ കണ്ണൂർ VC ഗോപിനാഥ് രവീന്ദ്രൻ നാണം കെട്ടുപോയി. കണ്ണൂർ VC ഗോപിനാഥ്, കണ്ണൂർ സർവകലാശാലയിലെ VC ആയിരുന്ന ഗോപിനാഥ് രവീന്ദ്രൻ മാത്രമല്ല, മുഖ്യമന്ത്രിക്കും അത് മുഖമടച്ച് കിട്ടിയ അടിയായിപ്പോയി. ഇത് നമ്മൾ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ ഒരു ചരിത്രം പരിശോധിച്ചത് മനസ്സിലാവും. അദ്ദേഹത്തിന് കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ എപ്പോഴും അങ്ങനെയാണ്. സത്യത്തിനും നീതിക്കും നിരക്കുന്ന നിലപാടുകളെ അദ്ദേഹം സ്വീകരിക്കുകയുള്ളൂ. ഒരിക്കലും അദ്ദേഹം മറിച്ചൊരു നിലപാടെടുക്കില്ല. ആ എടുത്ത നിലപാടുകളിലെല്ലാം അദ്ദേഹം വിജയിച്ചിട്ടുണ്ട്. കാരണം സത്യം അദ്ദേഹത്തിൻ്റെ ഭാഗത്താണ്, ന്യായം അദ്ദേഹത്തിൻ്റെ ഭാഗത്താണ്. അങ്ങനെ ഒരു സവിശേഷത ഈ ആരിഫ് മുഹമ്മദ് ഖാനും ജഗദീപ് ധൻഖറിനും ഒക്കെയുണ്ട്. അസാമാന്യമായ തൻ്റെ ഇടമുണ്ട്. ശരിയെന്ന് തോന്നുന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കാൻ 2 പേർക്കും ഒരു മടിയുമില്ല. ആരിഫ് മുഹമ്മദ് ഖാനെ സംബന്ധിച്ച് ഏത് വെല്ലുവിളിയെ അദ്ദേഹം നേരിടും. അദ്ദേഹത്തിന് ഭയമില്ല. ജീവനിൽ നമ്മൾ പറയുമല്ലോ, ജീവനിൽ കൊതിയുണ്ടെങ്കിൽ ഓടിക്കോ, അങ്ങനൊരു കൊതി അദ്ദേഹത്തിന് ഇല്ല. വരുന്നിടത്ത് വെച്ച് കാണാം. ഈ സമരത്തിൽ, സത്യത്തിന് വേണ്ടിയിട്ടുള്ള, ന്യായത്തിന് വേണ്ടിയിട്ടുള്ള ഈ സമരത്തിൽ മരിച്ചു പോയാൽ അങ്ങ് പോട്ടെ എന്ന് ചിന്തിക്കുന്ന ആളാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. അത് മാത്രമല്ല, അദ്ദേഹത്തിന് നന്നായിട്ട് പൊളിറ്റിക്സ് അറിയാം. ശ്രീജിത്ത് പറഞ്ഞതുപോലെ ഭരണഘടന നന്നായിട്ട് അദ്ദേഹത്തിന് അറിയാം. നിയമങ്ങളും വകുപ്പുകളും ചട്ടങ്ങളും അറിയാം. അങ്ങനെ ഒരാൾ വേണം രാജ്യസഭ നിയന്ത്രിക്കാനിരിക്കാൻ. ഈ ജനങ്ങളുമായുള്ള ബന്ധത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് കോഴിക്കോട്ടെ സംഭവം. മിഠായി തെരുവില്, അതെ, മിഠായി തെരുവിൽ ഒരു ഗവർണർ അതെ, അദ്ദേഹം ഇറങ്ങി നടന്നു എന്ന് മാത്രമല്ല, ജനങ്ങൾ 2 കൈ നീട്ടി അദ്ദേഹത്തെ സ്വീകരിച്ചു.
അദ്ദേഹം അവിടെയുള്ള കടകളിലൊക്കെ കയറി സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. മധുരം കൊടുത്താണ് ഗവർണറെ അവർ സ്വീകരിച്ചത്. നമുക്കറിയാം മിഠായി തെരുവ് എത്ര പ്രശസ്തമാണെന്നുള്ളത് നമുക്കറിയാം അല്ലേ. ഈ എന്താ പറയുക, നൂറ്റാണ്ടിന് മുമ്പ് തന്നെ നമുക്ക് ഈ കച്ചവടത്തിന് വന്ന ആൾക്കാരെ സ്വീകരിച്ച പാരമ്പര്യമാണ് കോഴിക്കോടിനുള്ളത്. എത്രയോ നൂറ്റാണ്ടുകളായിട്ട്, ഒരു പക്ഷേ സഹസ്രാബ്ദമായിട്ട് കോഴിക്കോട് അങ്ങനെ ഒരു പാരമ്പര്യവും ചരിത്രവും പറയാൻ കോഴിക്കോടിനുണ്ട്. ആ സ്ഥലത്തേക്കാണ് ഒരു അതിഥിയെ പോലെ അവരിൽ ഒരാളായിട്ട് തന്നെ അവിടെ ചെല്ലുന്നത്. അന്ന് അവിടെ നമ്മൾ അതിനുശേഷം ഏറ്റവും തമാശ, ഇടതുപക്ഷ മാധ്യമങ്ങൾ പറഞ്ഞു അദ്ദേഹം വടകരയിൽ അല്ലെങ്കിൽ കോഴിക്കോട് മത്സരിക്കും. മലയാളികൾക്ക് അത്രയും പ്രിയപ്പെട്ടവനല്ല. അന്ന് ഒരു സത്യത്തിൽ അങ്ങനെ ഒരു വാദം പോലും ഉണ്ടായി. BJPക്ക് ഉള്ളിൽ നിന്ന് ഒരു ആവശ്യം പോലും ഉയർന്നു. എൻ്റെ ചില സുഹൃത്തുക്കളൊക്കെ പറഞ്ഞു കേട്ടതാണ്. ഈ കേരളത്തിൻ്റെ ഇപ്പോൾ BJPയുടെ കേരള പ്രസിഡന്റ്, സംസ്ഥാന പ്രസിഡന്റായിട്ട് ആരിഫ് മുഹമ്മദ് ഖാനെ നിയോഗിച്ചാൽ ഉറപ്പാണ് കേരളത്തിൻ്റെ അടുത്ത ഭരണം BJP പിടിക്കും എന്ന് പോലും അന്ന് ചില സംസാരങ്ങളുണ്ടായി. അത് സത്യമാണ്. ഒന്നാമത്തെ കാര്യം, അദ്ദേഹത്തിന് രാഷ്ട്രീയം അറിയാം. അതെങ്ങനെ സത്യസന്ധമായി സുതാര്യമായി എങ്ങനെ അത് പ്രയോഗിക്കണമെന്നറിയാം. ജനകീയനാണ്. ജനങ്ങളുടെ അഭിലാഷം മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. അവരുടെ ആവശ്യങ്ങൾ കണ്ടറിയാനുള്ള ഒരു കാഴ്ചശക്തി. ഒരു കാലത്ത് പ്രതിപക്ഷ നേതാവായി അദ്ദേഹത്തിന് മാറാൻ കഴിഞ്ഞിട്ടുണ്ട്. അതെ, സിദ്ധാർത്ഥന്റെ വിഷയം ഉൾപ്പെടെ. ശരിക്കും അതെ, കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ആര് എന്ന ചോദ്യത്തിന് അന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എന്നായിരുന്നു ഉത്തരം. SFIയെ നിലയ്ക്ക് നിർത്തിയത് അദ്ദേഹമാണ്. SFIയുടെ പിത്തലാട്ടം ഒന്നും എൻ്റെ അടുത്ത് വേണ്ട, അത് കയ്യിൽ വെച്ചേരെ എന്ന് പറഞ്ഞ് റോഡിൽ അദ്ദേഹത്തെ തടയാൻ ശ്രമിച്ചു. അദ്ദേഹം എന്താ ചെയ്തത്? കാർ നിർത്തി ഇറങ്ങി ഒരു കടയിൽ, ഒരു കസേര വലിച്ചിട്ടൊരു കടയിൽ ഇരുന്നു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള PAയോട് പറഞ്ഞു, വിളിക്ക്, ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടിയോട് പറഞ്ഞു, ആ പട്ടാളക്കാരനോട് പറഞ്ഞു, വിളിക്ക്, അമിത്ഷായെ വിളിക്ക്, രണ്ടിലൊന്ന് അറിഞ്ഞിട്ടേ ഞാൻ ഇവിടുന്ന് പോകുന്നുള്ളൂ. പുലിവാലായോ SFIക്ക്? ഈ SFIയും അതിനകത്ത് നുഴഞ്ഞു കയറിയ പോപ്പുലർ ഫ്രണ്ടുകാരും ഈ ഗവർണറെ എന്തോ ഒരു നിസാര, ഇവിടെ പിന്നെ ഒരു തഹസീൽദാറെ പിക്കറ്റ് ചെയ്യുന്നത് പോലെ പിക്കറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷെ നടന്നത് വേറെയാണ്. അപ്പോൾ വകുപ്പും ചട്ടവും ഒക്കെ എറിയാൻ അറിയാവുന്നവൻ്റെ കയ്യിൽ കുണി കിട്ടിയാൽ അവൻ കറക്റ്റായിട്ട് എറിഞ്ഞ് ഇടും എന്നുള്ള കാര്യം നമ്മൾ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ കാര്യത്തിൽ കണ്ടു. അദ്ദേഹത്തിൻ്റെ അടുത്ത് കളിക്കാൻ പോയ പിണറായി മുട്ടുമടക്കി തോറ്റോടിയ കാഴ്ചയാണ് കേരളം സത്യത്തിൽ കണ്ടത്. ഇപ്പോൾ നമ്മളിതൊക്കെ പറയുമ്പം ഇടതുപക്ഷക്കാർക്കും സർക്കാരിനും ഒന്നും ഇഷ്ടപ്പെടില്ല. അവർ നമ്മളെ ക്രൂശിക്കാൻ വരും. പക്ഷെ ഇവിടുത്തെ സാമാന്യ ജനത്തിന് ഇതെല്ലാം അറിയാം എന്താണ് സംഭവിച്ചത്. അത് അങ്ങനെയൊക്കെയുള്ള ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയായിട്ട് വരുന്നത് ന്യൂനപക്ഷത്തിൽ നിന്ന് ഒരാൾ വരുന്നു. BJP വലിയ ന്യൂനപക്ഷ വിരുദ്ധരും മുസ്ലിം വിരുദ്ധരുമാണല്ലോ. അപ്പോൾ ആ ഇതിൽ നിന്ന് പണ്ഡിതനും വിദ്വാനുമായ ഒരാൾ. അബ്ദുൽ കലാമിനെ BJP നോമിനേറ്റ് ചെയ്തപ്പോൾ എതിരായിട്ട് വോട്ട് ചെയ്ത പാർട്ടിയുടെ പേര് കോൺഗ്രസ് ആണ്. അല്ല, അന്ന് കോൺഗ്രസ് ആദ്യം എതിര് നിന്നു. പിന്നീട് കോൺഗ്രസ് അബ്ദുൽ കലാമിന്റെ അത് അംഗീകരിച്ചു. ആദ്യഘട്ടത്തിൽ അവരായിരുന്നു എതിര്. പിന്നെ അന്ന് എതിർ സ്ഥാനാർത്ഥിയെ നിർത്തി ക്യാമ്പയിൻ ചെയ്ത കൂട്ടർ ഇടതുപക്ഷമാണ്. അന്ന് CPM അവരുടെ സ്ഥാനാർത്ഥി ക്യാപ്റ്റൻ ലക്ഷ്മിയെ അവരെ നിർത്തി വലിയ കോലാഹലം ഉണ്ടാക്കാൻ ശ്രമിച്ചു അല്ലേ. അത് എന്തായി? അവസാനം പൊട്ടിപ്പൊളിഞ്ഞു പോയി. ഇവിടെ അതുപോലെ ആരിഫ് മുഹമ്മദ് ഖാൻ സഭയിൽ വന്നാൽ ബ്രിട്ടാസും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ഇടതുപക്ഷത്തുള്ള MP മാരെല്ലാം A റഹീം എന്ന് എതിരാളികൾ ആക്ഷേപിച്ച് പറയുമെങ്കിലും റഹീം അടക്കമുള്ളവർ സഭയിൽ ഇനി അവരെങ്ങനെ അവിടെ ചെല്ലും, എങ്ങനെ അവരുടെ കാര്യങ്ങൾ അവിടെ ചർച്ചയിൽ പങ്കെടുക്കും, എങ്ങനെ അവർക്ക് പറയാനുള്ളതൊക്കെ അവിടെ പറയും എന്നൊക്കെ ആലോചിക്കുമ്പോഴാണ് എനിക്ക് SFI ഈ സമരകാലത്ത് തന്നെ തെരുവോരങ്ങളിൽ പ്രസംഗിക്കുന്ന കേട്ടാൽ തോന്നും ഈ ആരിഫ് മുഹമ്മദ് ഖാനെ ഇവർ ഓടിച്ചു വിട്ടതുപോലെ സംസാരിക്കുന്നത്. ആരിഫ് മുഹമ്മദ് ഖാനെ അവർ ഓടിച്ചു വിട്ടത് എങ്ങോട്ടേക്കാണ്? ഇന്ത്യൻ പാർലമെന്റിലേക്കാണ് എന്ന് പറയേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ആരിഫ് മുഹമ്മദ് ഖാൻ ഒരു ചെറിയ മീനല്ല. അദ്ദേഹത്തിന് കൃത്യമായിട്ട് ഭരണഘടന അറിയാം. അദ്ദേഹം നന്നായിട്ട് അത് കൈകാര്യം ചെയ്യാനും സംസാരിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ അറിയുന്നയാളാണ്. സത്യത്തിൽ രാജ്യസഭയുടെ അധ്യക്ഷനായിട്ട്, ഉപരാഷ്ട്രപതി ആയിട്ട് അദ്ദേഹം വരുന്നത് എന്തുകൊണ്ടും ഇന്ത്യക്ക്, നമ്മുടെ രാജ്യത്തിന് അതൊരു മുതൽക്കൂട്ടാണ് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഈ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് നല്ല രീതിയിൽ ശോഭിക്കാൻ, ആ എയറിലിരുന്ന് നല്ലവണ്ണം ശോഭിക്കാൻ കഴിയും. അതിനുള്ള കഴിവുള്ള വ്യക്തിയാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ അത് പിന്നെ ഇവിടുത്തെ ഈ യാഥാസ്ഥിതിക, ഈ രാജ്യവിരുദ്ധ മനോഭാവമുള്ള ധാരാളം ആൾക്കാർ ഇവിടെ ഉണ്ടല്ലോ, അവർക്ക് മുഖമടച്ച് കിട്ടുന്ന ഒരു അടി കൂടിയായിരിക്കും അത് ഏത് പക്ഷത്തുള്ളവരാണെങ്കിലും ശരി, ഇടതുപക്ഷമായാലും ശരി വലതുപക്ഷമായാലും ശരി, അവർക്ക് മുഖമടച്ച് കിട്ടുന്ന ഒരു അടി കൂടിയായിരിക്കും അത്. എന്തായാലും
ആരിഫ് മുഹമ്മദ് ഖാനെ പോലെ ഒരാളിന് ഏറ്റവും നന്നായിട്ട് ശോഭിക്കാൻ കഴിയുന്ന ഒരു പദവിയാണത്. കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ BJP അത്തരത്തിലൊരു തീരുമാനമെടുത്താൽ അത് വളരെ നല്ലതായിരിക്കും എന്ന് തന്നെയാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.